بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد. ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്രമമാക്കി അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ സദുദ്ദേശങ്ങളെ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ. സഹോദരങ്ങളെ, കണ്ണേർ പല രീതിയിൽ, പല മേഖലകളിൽ, പല പേരുകളിലായിട്ടാണ് അറിയപ്പെടുന്നത്. എല്ലാ മതങ്ങളിലും പല രൂപത്തിലായി കണ്ണേറിനെ പരാമർശിക്കുന്നുണ്ട്. ദൃഷ്ടിദോഷം, സമയദോഷം എന്നിവയൊക്കെയാണ് അതിൽ ചിലത്. ഇസ്ലാമിൽ ഇത് വളരെ ഗണ്യതമായിട്ട് തന്നെ ഉള്ളതാണെന്നും സത്യമാണെന്നും ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വെളിച്ചത്തിൽ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എത്രത്തോളം എന്നാൽ അമ്പിയാക്കൾ പോലും കാലങ്ങൾക്ക് മുമ്പേ കണ്ണേറിനെ ഭയപ്പെട്ടിരുന്നു എന്നതാണ്. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം തൻ്റെ മകൻ ബിന്യാമിനെ മറ്റു 10 മക്കളോടുകൂടെ ഈജിപ്തിലേക്ക് പറഞ്ഞയക്കുമ്പോൾ എല്ലാവരെയും വിളിച്ചുകൊണ്ട് പറയുന്ന ഒരു രംഗം ഖുർആനിലൂടെ അല്ലാഹു പറയുന്നുണ്ട്. അല്ലാഹുവിൻ്റെ ഖുർആൻ പറയാൻ, വഖാല യാ ബനിയ്യ ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദിൻ വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖ വമാ ഉഗ്നി അൻകും മിനല്ലാഹി മിൻ ശൈഅ ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് അലൈഹി തവക്കൽതു വഅലൈഹി ഫല്യതവക്കലിൽ മുതവക്കിലൂൻ. അള്ളാഹിൻ്റെ ഖുർആൻ പറയാണ്, വഖാല, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം തൻ്റെ മക്കളെ വിളിച്ചു പറയാണ്, യാ ബനിയ്യ, ഓ എൻ്റെ മക്കളെ, ലാ തദ്ഖുലൂ, നിങ്ങൾ പ്രവേശിക്കരുത്, മിൻ ബാബിൻ വാഹിദിൻ, ഒരൊറ്റ വാതിലിൽ കൂടെ നിങ്ങൾ പ്രവേശിക്കരുത്, അഥവാ കൂട്ടമായി നിങ്ങൾ പ്രവേശിക്കരുത്. വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖ, നിങ്ങൾ വ്യത്യസ്തമായ വാതിലിലൂടെ ഈജിപ്തിലേക്ക് പ്രവേശിക്കുക. വമാ ഉഗ്നി അൻകും മിനല്ലാഹി മിൻ ശൈഅ, അല്ലാഹുവിൻ്റെ ഖദറിൽ നിന്ന് വരുന്നതിനെ എനിക്ക് തടയാൻ കഴിയില്ല. അലൈഹി തവക്കൽതു വഅലൈഹി ഫല്യതവക്കലിൽ മുതവക്കിലൂൻ, ഞാൻ അല്ലാഹുവിനെ ബലമേൽപ്പിക്കുന്നുണ്ട്, നിങ്ങൾ അല്ലാഹുവിനെ എല്ലാം ബലമേൽപ്പിക്കുക എന്ന് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം തൻ്റെ മക്കളോട് പറയാൻ. യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ എല്ലാ മക്കളും വളരെ സുന്ദരന്മാരായിരുന്നു. അതേപോലെ തന്നെ എല്ലാവരും ഒരുപോലെയായിരുന്നു. അതുകൊണ്ട് തന്നെ പിശാചിൻ്റെ കണ്ണേറിൽ നിന്ന് രക്ഷ നേടാനാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണേറ് സത്യമായൊരു കാര്യമാണ്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്, അൽ ഐനു തുദ്ഖിലു റജുല അൽ ഖബർ വതുദ്ഖിലുൽ ജമല അൽ ഖദർ. കണ്ണേറ് എന്ന് പറയുന്നത് സത്യമാണ്. അത് ഒരു മനുഷ്യനെ ഖബറിലേക്ക് എത്തിക്കുന്നതാണ്. വതുദ്ഖിലുൽ ജമല അൽ ഖദർ, ഒട്ടകത്തിന് മരണം സംഭവിക്കുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. അതുകൊണ്ട് തന്നെ ഈ കണ്ണേറ് ബാധിച്ചു കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാമെന്നാണ് അള്ളാഹിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. കുട്ടികൾക്ക് കണ്ണേറ് തട്ടാതിരിക്കാൻ അവരുടെ കവിളത്തൊരു കറുത്ത കുത്തിട്ട് കൊടുക്കണമെന്ന് മുൻഗാമികളായ പണ്ഡിതന്മാർ നമ്മൾക്ക് പറഞ്ഞു തരുകയാണ്. മഹാനായ ഇമാം ബഗവി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, കണ്ണേറ് ഏൽക്കാൻ സാധ്യതയുള്ള ഭംഗിയുള്ള ഒരു കുട്ടിയെ കണ്ടപ്പോൾ മഹാനായ ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവൻ്റെ താടിയെല്ലിലെ നുണക്കുഴി നിങ്ങൾ കറുപ്പിക്കണമെന്നാണ്. കണ്ണേറുകാരൻ്റെ നോട്ടത്തെ തിരിച്ചു കളയുന്നതിന് വേണ്ടിയായിരുന്നു ഈ നിർദ്ദേശം. നമ്മളിൽ നിന്ന് ആർക്കെങ്കിലും കണ്ണേറ് തട്ടുമോ എന്ന് പേടിയുണ്ടെങ്കിൽ, എന്തെങ്കിലും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ബാറക്കല്ലാ എന്ന് നമ്മൾ പറയണം. ഒരു നല്ലൊരു സാധനം കണ്ടു കഴിഞ്ഞാൽ, മറ്റൊരാളിൽ കണ്ടാൽ, അല്ലെങ്കിൽ നമ്മളിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ ബാറക്കല്ലാഹു ലക എന്ന് നമ്മൾ പറയണം. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറയാൻ, ഇദാ റആ അഹദുക്കും, നിങ്ങളിൽ നിന്നുള്ള ഒരാൾ കണ്ടു കഴിഞ്ഞാൽ, മിൻ നഫ്സിഹി, അവൻ്റെ ശരീരത്തിൽ നിന്ന്, ഔ മാലിഹി, അല്ലെങ്കിൽ അവൻ്റെ സമ്പത്തിൽ നിന്ന്, ഔ അഖീഹി, അല്ലെങ്കിൽ അവൻ്റെ സഹോദരന്മാരിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ, മാ യുഹിബ്ബു, അവനിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് കണ്ടു കഴിഞ്ഞാൽ, മറ്റൊരാളിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ഒന്ന് കണ്ടു കഴിഞ്ഞാൽ, ഫൽയുബരിക്ക്,
നിങ്ങൾ അവർക്ക് ബറക്കത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ഫഇന്നൽ ഐന ഹഖുൻ, തീർച്ചയായും കണ്ണേറ് എന്ന് പറയുന്നത് അത് സത്യമാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, മഹാനായ സഹ്ൽ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ പുത്രൻ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു വിവരിക്കാൻ, സഹ്ൽ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു കുളിക്കുന്നത് കണ്ട ആമിർ ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹോ, ഇത്ര മനോഹരമായ ശരീരം, ഇതുപോലെ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴേക്ക് താമസിയാതെ സഹ്ൽ റളിയല്ലാഹു അൻഹു ബോധരഹിതനായി വീഴുകയാണ്. വിവരമറിഞ്ഞ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദേഷ്യപ്പെട്ടുകൊണ്ട് ആമിറിനോട് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തർ എന്തിനു വേണ്ടിയാണ് തൻ്റെ സഹോദരനെ വധിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി നിങ്ങളങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യുക എന്നതാണ് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എന്നിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആമിറെ, നിൻ്റെ ശരീരവും മുഖവും കഴുകളും കാൽമുട്ടുകളും അതേപോലെ തന്നെ 2 കാലിൻ്റെ അഗ്രങ്ങളുമൊക്കെ കഴുകിയ വെള്ളമെടുത്തുകൊണ്ടൊരു പാത്രത്തിലാക്കി അത് സഹലിനു മേൽ നിങ്ങൾ ഒഴിക്കുക എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒഴിക്കുകയും അദ്ദേഹം സുഖം പ്രാപിക്കുകയാണ് ചെയ്തത്. കണ്ണേറിൻ്റെ കാര്യം നമുക്ക് അജ്ഞാതമായതുപോലെ തന്നെ അതിൻ്റെ പ്രതിവിധിയായി നിർദ്ദേശിക്കപ്പെട്ടതിലെ രഹസ്യങ്ങളും അജ്ഞാതമാണ്. നബിയും സഹാബത്തും ഇമാമുകളും നിർദ്ദേശിച്ച മാർഗങ്ങൾ യുക്തിചിന്തയ്ക്ക് വിധേയമാക്കാതെ നമ്മൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. കണ്ണേറ് തട്ടിയാൽ ഉടൻ നമ്മൾ ശരീരത്തിൽ കൈവച്ച് 3 പ്രാവശ്യം ചൊല്ലേണ്ട ദിക്ർ പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുമ്മ അദ്ഹിബ് അൻഹു ഹർറഹ വബർദഹ വവസബഹ എന്ന് 3 പ്രാവശ്യം ചൊല്ലിയിട്ട് നമ്മൾ മന്ത്രിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണേറ് മാറുന്നതാണ്. അതുപോലെ തന്നെ ഫാത്തിഹ 7 വട്ടവും ആയത്തുൽ കുർസിയും അതേപോലെ തന്നെ സൂറത്തുൽ ഖദ്ർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന സൂറത്തുൽ ഖദ്റും ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന ഇഖ്ലാസ് സൂറത്തും ഫലക്കും നാസും നമ്മൾ ഓരോ വട്ടവും ചൊല്ലിയിട്ട് നമ്മൾ മന്ത്രിച്ച് ഓതിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ്. കണ്ണേറ് തട്ടാതിരിക്കാൻ വീടുകളിലും അതേപോലെ തന്നെ പാടങ്ങളിലുമൊക്കെ മാഷാ അല്ലാ എന്നോ അല്ലെങ്കിൽ ബാറക്കല്ലാ എന്നോ എഴുതി വെച്ചാൽ അവൻ്റെ ആദ്യത്തെ നോട്ടം അതിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നതാണ്. എന്നാൽ രൂപങ്ങൾ ഉണ്ടാക്കി വെക്കൽ ഹറാമാണ്, നിഷിദ്ധമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട്. നബി തങ്ങൾ തൻ്റെ മക്കളായ ഹസൻ ഹുസൈൻ എന്നിവർക്ക് വേണ്ടി കണ്ണേറ് തട്ടിയ സമയത്ത് അവരെ മടിയിലിരുത്തി പ്രവാചകർ മന്ത്രിച്ചിട്ടുണ്ട്, ഔദു ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ഈ ഒരു ദിക്ർ നമ്മുടെ മക്കൾക്ക് കണ്ണേറ് തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മന്ത്രിച്ചു കൊടുക്കേണ്ടതാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഔദു ബികലിമാത്തില്ലാഹി താമ്മ, പരിപൂർണമായ അള്ളാഹുവിൻ്റെ കലിമത്തുകളെ കൊണ്ട് ഞാൻ കാവലിനെ തേടുന്നു. മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ, എല്ലാ പിശാചിൽ നിന്നും എല്ലാ അയജന്തുക്കളിൽ നിന്നും ഞാൻ കാവലിനെ തേടുന്നു. വമിൻ കുല്ലി ഐനിൻ ലാമ്മ, എല്ലാ കണ്ണേറിൽ നിന്നും ഞാൻ കാവലിനെ തേടുന്നു എന്നർത്ഥം വരുന്ന ഈ മന്ത്രം മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു. എന്നിട്ട് അള്ളാഹിൻ്റെ പ്രവാചകർ പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മക്കളായ ഇസ്മായിലിനെയും ഇസ്ഹാക്കിനെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇത് ഊതി മന്ത്രിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളും മക്കൾക്കിത് മന്ത്രിച്ചൂതി കൊടുക്കണമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമ്മുടെ മക്കളെയും നമ്മളെയുമൊക്കെ അള്ളാഹു കണ്ണേറിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. ദുആ വസിയത്തോടുകൂടെ വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.